ഞങ്ങൾ ബ്രോഡ്വേയിലൊക്കെ കറങ്ങി ജസ്റ്റ് ക്രിസ്മസിൻ്റെ ബിസിനസ് എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു നോളജിന് വേണ്ടിയിട്ട് ബ്രോഡ്വേ ഒന്ന് കറങ്ങാൻ വന്നതാണ്. കാരണം നമുക്കറിയാലോ അവിടെ കുറേ ഇമിറ്റേഷൻ ജ്വല്ലറി ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അവിടേക്ക് എന്താണ് ട്രെൻഡിങ് ആയിട്ട് റൺ ചെയ്തതെന്ന് അറിയുന്നത് നമ്മൾ ബിസിനസ്സുകാർക്ക് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഒന്ന് നമ്മുടെ പേജിന് ഓണാക്കാമെന്ന്. കാരണം നമുക്ക് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് മാത്രം കണ്ടാൽ പോരാ, അതിനേക്കാൾ കൂടുതലായിട്ട് കുറച്ചും കൂടെ നമ്മുടെ സെൽഫ് എക്സ്പ്ലോറേഷൻ കൂടെ ഈ വീഡിയോസിലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റീച്ച് കിട്ടാനും കുറച്ചും കൂടെ ബിസിനസ് ബെനിഫിറ്റ്സ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിന്ന് മറൈൻ ഡ്രൈവിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് എന്താ പറയുക ഷൈ ആണ് അല്ലേ, കുറച്ച് ഷൈ ആണ്. പക്ഷെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ ഓൾറെഡി നമ്മുടെ ഷൈനെസ് ഒക്കെ മാറി കുറച്ചും കൂടെ ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ ഡിസംബറിൽ നിങ്ങൾക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് ഞങ്ങളുടെ നിന്ന് പ്രതീക്ഷിക്കാം. ജാനുവരിയിൽ ഞങ്ങളുടെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗിഫ്റ്റുകൾ എന്താണെന്നൊക്കെ പുറകെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ അറിയിക്കും. ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു സപ്പോർട്ടാണ്, ഞങ്ങളുടെ ഒരു എനർജിയാണ്. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ കുറച്ചും കൂടി പുറകോട്ട് ഞങ്ങറായോ എന്നൊരു തോന്നലുണ്ട്. അത് ശരിയാണ്, ഇല്ലാന്ന് ഞങ്ങൾ പറയണില്ല. പിന്നെ കുറേ പേർക്കൊരു ഡൗട്ടുണ്ട്, ഞങ്ങൾ ചേച്ചനീത്തിമാരാണോ എന്ന്. അല്ല, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. ആള് സീനിയർ ആൻഡ് ജൂനിയർ ആണ്. എൻ്റെ സീനിയർ ആയിരുന്നു PGക്ക്. പിന്നെ ഞങ്ങളെ കാണാൻ ഏകദേശം ഒരുപോലെയാണ്. പിന്നെ ഞങ്ങളുടെ ഒരു സ്വഭാവം, ഞങ്ങളുടെ ടേസ്റ്റ് കുറേ സിമിലാരിറ്റി ഉണ്ട്, കുറച്ച് ഡിഫറൻസസും ഉണ്ട്. പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭാഗ്യം കൂടിയാണ്. എല്ലാം ഒത്തുവന്ന് സമയം റെഡി ആയിപ്പോൾ പിന്നെ ഞങ്ങളൊന്നും ചിന്തിച്ചില്ല, ഞങ്ങളങ്ങോട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ വേറൊരു കാര്യം, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് സ്ഥിരം ഇൻസ്റ്റ തുറന്നാൽ കാണുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ബിസിനസ്സുകാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റണില്ലയെന്ന്. അതിലെനിക്ക് തീർച്ചയായിട്ടും പറയാനുള്ളൊരു കാര്യം, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടോ, നമ്മുടെ പേജിന് കൺസിസ്റ്റൻസി ഉണ്ടോ, നമ്മൾ ക്ഷമയോടുകൂടെ ചെയ്യാൻ തയ്യാറാണോ, നമ്മൾ കയറും. അത് വിചാരിച്ച് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പുളിമൂട്ടിൽ ടീമിന് അവർക്ക് സെയിലുണ്ടെന്ന് വിചാരിച്ചിട്ട് കല്യാണം അടയ്ക്കണില്ലല്ലോ, അല്ലെങ്കിൽ കല്യാണിന് സെയിലുണ്ടെന്ന് വിചാരിച്ചിട്ട് വേറൊരു ഷോപ്പ് കൂടെ തുറക്കാതിരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഒന്നാമത് ഇത് ബിസിനസ്സാണ്, കോമ്പറ്റീഷൻസ് ഉണ്ടാവും. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം കസ്റ്റമേഴ്സിനാണ്. അതായത് ഏറ്റവും ബഡ്ജറ്റീവായി ക്വാളിറ്റിയിലൊരു കോംപ്രമൈസ് ഇല്ലാണ്ട് സാധനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ അത് നിങ്ങൾക്കാണ് നല്ലത്. അപ്പോൾ അതിൽ നമ്മൾ ഫ്രസ്ട്രേഷൻ കയറിയിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ ഒന്നും യാതൊരു കാര്യവും ഇല്ല. നമ്മൾ നമ്മുടെ പാഷൻ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. പിന്നെ ലാഭം മാത്രം ആഗ്രഹിച്ചിട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെ എത്തില്ല. നമ്മുടെ ഒരു സ്നേഹവും താല്പര്യവും അതിലുണ്ടാകും. ഞങ്ങൾക്ക് കുറച്ച് നാളായിട്ടുള്ളൂ, അതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ സംസാരിക്കണേ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള കുറേ വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളുടെ പേഴ്സണൽ ജേർണീസ് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.